ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളുടെ ഏവേറി. ഏവേറിയുടെ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസങ്ങളല്ല വർഷങ്ങളായി. അപ്പം നമ്മൾ ഈ അടുത്ത് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയൊരു നേവി ഡേയ്സ് നമ്മുടെ ഓപ്പറേഷണൽ ഡെമോ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ബേർഡ്സിന് ഫുഡൊക്കെ 2 ദിവസത്തേക്കുള്ള ഫുഡ് ഇട്ട് കൊടുത്തിട്ടായിരുന്നു പോയത്. അപ്പോൾ തിരിച്ച് വന്നപ്പം ഇവരുടെ ഈ ഫുഡ് റൊട്ടീനും അവർക്ക് ഫുഡ് നമ്മളില്ലാത്ത സമയത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരെ മാനേജ് ചെയ്യുന്നത് എന്നൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇല എല്ലാവർക്കും പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് പനിക്കൂർക്കൽ. പനിക്കൂർക്കൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സാധാ ജലദോഷം വരുമ്പോഴും ഒക്കെ കൊടുക്കാറുണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ അതുപോലെ ഇവർക്കും ഇത് കൊടുക്കും. ഇത് ഇവർക്കും ഈ തണുപ്പുള്ള സമയങ്ങളിലൊക്കെ രോഗപ്രതിരോധ ശേഷിക്കും പിന്നെ ഇവരുടെ ഫെർട്ടിലിറ്റിക്കും ഒക്കെ വളരെ നല്ലതാണ്. അപ്പൊ ഇവർക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈ പനിക്കൂർക്കൽ കണ്ടിട്ടാണ് ഇവരത് കഴിക്കാനായിട്ട് ഇത് ഈ കമ്പിന്റെ മുകളിൽ വന്നിരിക്കുന്നത് കേട്ടോ, കൂടിന്റെ മുകളിൽ. പിന്നെ ഈ ബ്രീഡിംഗ് ബോക്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുള്ള പെയേഴ്സ് ഒക്കെ എഗ് ലേ ചെയ്യാനായിട്ടുള്ളവരാണ്. അപ്പൊ അവർക്കും നമുക്ക് സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ കൊടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഈ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്യുന്ന പണി എന്താന്ന് വെച്ചാൽ ഇവർക്ക് തലേന്ന് കൊടുത്തു വെച്ച ഫുഡിന്റെ ഈ വെള്ളം, ഫുഡിന്റെ ബാക്കി വേസ്റ്റ് ഇതൊക്കെ ഉണ്ടാവല്ലോ, ഇതൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ട് ആദ്യം ഈ ഫുഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, മീൻസ് ഈ കൂടൊക്കെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ള പരിപാടിയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ വെള്ളമൊക്കെ ആദ്യമായിട്ട് എല്ലാ കൂട്ടുന്നുള്ള വെള്ളം ഇതുപോലെ അങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഓരോന്നോരോന്നിട്ട് അവിടെ തന്നെ ഞങ്ങൾ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പൊ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് രണ്ടുണ്ട് കാര്യം അല്ലെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എഗ് ലേ ചെയ്യാനായിട്ടുള്ളവർക്കും അതുപോലെ ബാക്കി അപ്പുറത്ത് കിടക്കുന്ന സിംഗിൾ ആയിട്ടുള്ളവർക്കും എല്ലാവർക്കും നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കും. അപ്പൊ നമ്മൾ ഈ ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഇലകളും പിന്നെ നമ്മൾ ഈ എഗ് ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഈ നോർമലായിട്ട് കൊടുക്കുന്ന ഈ ഫുഡെല്ലാം മാറ്റി വെക്കും. ഈ തിനയും എല്ലാ സൺഫ്ലവർ സീഡും ഒക്കെ മാറ്റി വെക്കും. എന്നിട്ട് അവർ ഈ ഇലകളും കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ നോർമൽ ഫുഡ് കൊടുക്കുക. അപ്പൊ അവരെന്തായാലും നോർമൽ ഫുഡ് എന്തായാലും കഴിക്കാം. അപ്പൊ അതിന്റെ കൂടെ ഈ ഇല അവർക്ക് മിസ്സായി പോവാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ആദ്യം അത് അവരെ കംപ്ലീറ്റ്ലി കഴിച്ച് കഴിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നോക്കി നോക്കുക, അവരെന്ത് ക്യൂട്ടായിട്ടല്ലേ കഴിക്കുന്നത്. നല്ല രസമാണ് ശരിക്കും. ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സമയം പോകുന്ന അറിയില്ല ശരിക്കും. അപ്പം അവരിങ്ങനെ അതൊക്കെ പതുക്കെ ഇങ്ങനെ ഇരുന്നിങ്ങനെ കഴിച്ചോളും. അപ്പം അവര് ഓരോന്നായിട്ട് സാവകാശത്തിൽ നമ്മൾ കൊടുക്കുന്ന ആ ഇല കംപ്ലീറ്റ്ലി നമ്മൾ അവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തത് അവർ വന്നിങ്ങനെ സാവകാശത്തിരുന്ന് കഴിച്ച് തീർത്തോളൂ കേട്ടോ. അപ്പം നമ്മൾ ഈ ഇലയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അതിനുശേഷം അവരത് കംപ്ലീറ്റ്ലി കഴിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഈ എന്തായാലും തിനയാണെങ്കിലും സൺഫ്ലവർ സീഡ്സ് ആണെങ്കിലും ഒക്കെ അവർക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പം അവരിതാ ഇലയൊക്കെ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ നമ്മൾ സാധാരണ നോർമൽ ഫുഡും കൂടി വെച്ച് കൊടുക്കും. അപ്പം അതും അവർ സാവകാശത്തിൽ അങ്ങനെ കഴിച്ചോളും. നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മളിവിടെ മിസ്സായിട്ടിരിക്കുക, അപ്പം നമ്മൾ നാട്ടിലില്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2 ദിവസത്തേക്കുള്ള ഫുഡ് അങ്ങ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി അവർക്ക് വെച്ച് കൊടുക്കും. വെള്ളവും അതുപോലെ തന്നെ വെച്ച് കൊടുക്കും. നമ്മൾ പോകുന്നതിന് കുറച്ച് സമയം മുന്നേ ആണത് ചെയ്യുക. അപ്പം നമ്മൾ പിറ്റേന്ന് വരുമ്പം അല്ലെങ്കിൽ 1 ഡേ 2 ഡേ കൊണ്ട് വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് സാധിക്കുള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവരത് നോർമലി അവർക്ക് കഴിക്കാനുള്ള ഫുഡ് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ വലിയ പ്രശ്നം അവർക്ക് വരുന്നില്ല. പക്ഷെ നമ്മൾ കുറച്ച് ദൂരെ ലോങ് 1 വീക്കൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആൾട്ടർനേറ്റ് സൊല്യൂഷൻ, ആരെങ്കിലും വന്ന് ഫുഡോ കൊടുക്കുക എന്നുള്ളൊരു സൊല്യൂഷനും കൂടെ നോക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ബേർഡ്സിന് ഇഷ്ടമുള്ളവരും ബേർഡ്സിന് ഇതുപോലെ ഫുഡ് കൊടുക്കാൻ ഇഷ്ടമുള്ളവരെങ്കിലും വെറുതെ നോക്കിയിരിക്കാൻ കൂടി ഇഷ്ടമുള്ളവരൊക്കെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്